മൂർധ്നാമക്ഷണം പദാനാം വഹസി ഖലു സഹസ്രാണി സംഭൂര്യ വിശ്വം തത് പ്രോത്ക്രമ്യാപി തിഷ്ഠൻ പരിമിത വിവരേ ഭാസി ചിത്താന്തരേപി ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവൻ കിഞ്ച ദേഹേന്ദ്രിയാദിഷ്വാവിഷ്ടോ ഹ്യുദ്ഗതത്വാദമൃതസുഖരസം ചാനുഭുങ്ക്ഷേ ത്വമേവ. മൂർധ്നാമക്ഷണം പദാനാം വഹസി ഖലു സഹസ്രാണി സംഭൂര്യ വിശ്വം തത് പ്രോത്ക്രമ്യാപി തിഷ്ഠൻ പരിമിത വിവരേ ഭാസി ചിത്താന്തരേപി ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവൻ കിഞ്ച ദേഹേന്ദ്രിയാദിഷ്വാവിഷ്ടോ ഹ്യുദ്ഗതത്വാദമൃതസുഖരസം ചാനുഭുങ്ക്ഷേ ത്വമേവ. ദേഹേന്ദ്രിയാദിഷ്വാവിഷ്ടോ ഹ്യുദ്ഗതത്വാദമൃതസുഖരസം ചാനുഭുങ്ക്ഷേ ത്വമേവ. 99-ാം ദശകം 8-ാം ശ്ലോകമാണ് ചൊല്ലിയത്. 99-ാം ദശകത്തിൽ എല്ലാ ശ്ലോകങ്ങളും മനനം ചെയ്യുന്തോറും വളരെയധികം രസമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 7-ഉം 8-ഉം ശ്ലോകങ്ങളൊക്കെ മനനം ചെയ്യുന്തോറും വളരെയധികം രസമുള്ളവയായി നമുക്ക് തോന്നും. 8-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ പരപുരുഷ സംബോധന. പരപുരുഷ അല്ലയോ പരമാത്മസ്വരൂപിയായ ഭഗവൻ. പരപുരുഷ അല്ലയോ പരമാത്മസ്വരൂപിയായ ഭഗവൻ ഗുരുവായൂരപ്പ. മൂർധ്നാം അക്ഷണാം പദാനാം സഹസ്രാണി വഹസി ഖലു എന്ന് പറയണം. മൂർധ്നാം അക്ഷണാം പദാനാം സഹസ്രാണി വഹസി ഖലു എന്ന് പറയുമ്പോൾ ശിരസ്സുകളുടെയും കണ്ണുകളുടെയും മൂർധ്നാം അക്ഷണാം എന്നൊക്കെ പറയുമ്പോൾ ശിരസ്സുകളുടെയും കണ്ണുകളുടെയും കാലുകളുടെയും സഹസ്രങ്ങളെ വഹിക്കുന്നുണ്ടല്ലോ. അതായത് അസംഖ്യം വഹിക്കുന്നുണ്ടല്ലോ. മൂർധ്നാം അക്ഷണാം പദാനാം മൂർധ്നാം അക്ഷണാം പദാനാം സഹസ്രാണി വഹസി ഖലു എന്ന് പറയുമ്പോൾ ശിരസ്സുകളുടെയും കണ്ണുകളുടെയും കാലുകളുടെയും സഹസ്രങ്ങളെ അതായത് അസംഖ്യം വഹിക്കുന്നുണ്ടല്ലോ. പ്രപഞ്ചരൂപിയായ ഭഗവാൻ ആ രൂപത്തിൽ നമ്മുടെയൊക്കെ ശിരസ്സുകളും കാലുകളും കണ്ണുകളും ഒക്കെ ഉൾപ്പെടുന്നു എന്നൊക്കെയാണ്. അതാണ് പറഞ്ഞ പരപുരുഷ അല്ലയോ പരമാത്മസ്വരൂപിയായ ഭഗവൻ. മൂർധ്നാം അക്ഷണാം പദാനാം സഹസ്രാണി വഹസി ഖലു ശിരസ്സുകളുടെയും കണ്ണുകളുടെയും കാലുകളുടെയും സഹസ്രങ്ങളെ അതായത് അസംഖ്യം വഹിക്കുന്നുണ്ടല്ലോ. ഈശ്വര മാഹാത്മ്യം വീണ്ടും വീണ്ടും വർണ്ണിക്കണം. പിന്നെ പറയണു വിശ്വം സമ്പൂര്യ തത് പ്രോത്ക്രമ്യ.
വിശ്വം സമ്പൂര്യ തത് പ്രോത്ക്രമ്യ അപി എന്ന് പറയുന്നു. അപ്പോ പ്രപഞ്ചം നിറഞ്ഞും, അതായത് ബ്രഹ്മാണ്ടം നിറഞ്ഞും എന്നാണ്. പിന്നെ അതിനെ അതിക്രമിച്ചും തിഷ്ഠൻ അപി എന്നാണ്. വിശ്വം സമ്പൂര്യ തത് പ്രോത്ക്രമ്യ അപി തത് പ്രോത്ക്രമ്യ തിഷ്ഠൻ അപി എന്നാണ്. വിശ്വം സമ്പൂര്യ തത് പ്രോത്ക്രമ്യ തിഷ്ഠൻ അപി എന്ന് പറയുമ്പോൾ പ്രപഞ്ചം നിറഞ്ഞും, അതായത് ബ്രഹ്മാണ്ടം നിറഞ്ഞും പിന്നെ അതിനെ അതിക്രമിച്ചും സ്ഥിതി ചെയ്യുന്നു എങ്കിലും ആണ്. തിഷ്ഠൻ അപി എന്ന് പറയുമ്പോൾ സ്ഥിതി ചെയ്യുന്നു എങ്കിലും. അപ്പൊ വിശ്വം സമ്പൂര്യ തത് പ്രോത്ക്രമ്യ തിഷ്ഠൻ അപി എന്ന് പറയുമ്പോൾ പ്രപഞ്ചം നിറഞ്ഞും, അതായത് ബ്രഹ്മാണ്ടം നിറഞ്ഞും പിന്നെ അതിനെ അതിക്രമിച്ചും തിഷ്ഠൻ അപി സ്ഥിതി ചെയ്യുന്നു എങ്കിലും. ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, പിന്നെ അതിനെ അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. ഈശ്വര രൂപം വീണ്ടും വീണ്ടും മനനം ചെയ്യുക. അപ്പൊ അതിൻ്റെ ആ ഒരു ആഴം, മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോ വിശ്വം സമ്പൂര്യ തത് പ്രോത്ക്രമ്യ തിഷ്ഠൻ അപി, പ്രപഞ്ചം അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം നിറഞ്ഞും പിന്നെ അതിനെ അതിക്രമിച്ചും സ്ഥിതി ചെയ്യുന്നു എങ്കിലും. ഇത്രയും വലിയ ആ രൂപം വീണ്ടും പറയുന്നു. പരിമിത വിവരേ ചിത്താന്തരേ അഭിഭാസി. പരിമിത വിവരേ ചിത്താന്തരേ അഭിഭാസി. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര രൂപം നമ്മുടെ ചെറിയ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു, അത് നമ്മൾ അറിയുന്നില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെ വീണ്ടും പറയുന്നു പരിമിത വിവരേ ചിത്താന്തരേ അഭിഭാസി. വളരെ ചെറിയ, അല്പം ദ്വാരമുള്ള എന്നൊക്കെയാണ്. പരിമിത വിവരേ എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ, അതായത് അല്പം ദ്വാരമുള്ള മനസ്സിലും ഗുരുവായൂരപ്പ അങ്ങ് ശോഭിക്കുന്നു. ഭാസി എന്നാവുമ്പോ, ഭാസി എന്ന ക്രിയ വരുമ്പോ ത്വം എന്നാണ് കർത്താവായിട്ട് വരിക. അത് അണ്ടർസ്റ്റുഡാണ്. ഇതിന്റെ മുമ്പേ പറഞ്ഞു സംസ്തൗമി എന്നൊക്കെ പറയുമ്പോൾ, സ്മരാമി എന്നൊക്കെ പറയുമ്പോൾ അഹം എന്നുള്ള കർത്താവ് അണ്ടർസ്റ്റുഡ്. അതുപോലെ ത്വം ഭാസി എന്നാണ്. ഗുരുവായൂരപ്പ അങ്ങ് ശോഭിക്കുന്നു. അപ്പൊ വിശ്വം സമ്പൂര്യ തത് പ്രോത്ക്രമ്യ തിഷ്ഠൻ അപി പരിമിത വിവരേ ചിത്താന്തരേ അപി ഭാസി എന്ന് പറയുമ്പോൾ പ്രപഞ്ചം അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം നിറഞ്ഞും പിന്നെ അതിനെ അതിക്രമിച്ചും സ്ഥിതി ചെയ്യുന്നു എങ്കിലും, തിഷ്ഠൻ അപി സ്ഥിതി ചെയ്യുന്നു എങ്കിലും, ഗുരുവായൂരപ്പ വിരാട് രൂപിയായ ഗുരുവായൂരപ്പ അവിടുന്ന് പരിമിത വിവരേ ചിത്താന്തരേ അഭിഭാസി, വളരെ ചെറിയ അല്പം ദ്വാരമുള്ള മനസ്സിലും അങ്ങ് ശോഭിക്കുന്നു. പിന്നെ പറയണു ഭൂതം ഭവ്യം സർവം ച ഭവാൻ. ഭൂതം ഭവ്യം സർവം ച ഭവാൻ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ഇപ്പോൾ ഉള്ളതും എല്ലാം ഗുരുവായൂരപ്പ അങ്ങ് തന്നെ. ഭൂതം ഭവ്യം സർവം ച ഭവാൻ ശ്ലോകത്തിൽ പറയുന്നു. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ഇപ്പോൾ ഉള്ളതും എല്ലാം അങ്ങ് തന്നെ. പിന്നെ പറയണു കിഞ്ച, അത്രയുമല്ല. ഭൂതം ഭവ്യം സർവം ച ഭവാൻ എന്ന് പറഞ്ഞു. അതായത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ഇപ്പോൾ ഉള്ളതും എല്ലാം അങ്ങ് തന്നെ, അത്രയുമല്ല എന്നാണ്. കിഞ്ച ശ്ലോകത്തിൽ പറയണു അത്രയുമല്ല. ഗുരുവായൂരപ്പ ത്വം ഏവ ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട.
ത്വം ഏവ ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട. ഗുരുവായൂരപ്പ, അങ്ങ് തന്നെ ദേഹം, ഇന്ദ്രിയം മുതലായവയിൽ പ്രവേശിച്ച്. ത്വം ഏവ കിഞ്ച ത്വം ഏവ, അത്രയുമല്ല, ത്വം ഏവ ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട. കിഞ്ച ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട, അത്രയുമല്ല ഗുരുവായൂരപ്പ, അങ്ങ് തന്നെ ദേഹം, ഇന്ദ്രിയം മുതലായവയിൽ പ്രവേശിച്ച്. ഉദ്ഗതത്വാത്, ദേഹം, ഇന്ദ്രിയം മുതലായവയിൽ പ്രവേശിച്ച്, പിന്നെ ഉദ്ഗതത്വാത് എന്ന് പറഞ്ഞു, അവയിൽ നിന്ന് പുറമേ പോകുന്നവനായി എന്നാണ്. ഉദ്ഗതത്വാത് എന്ന് പറയുമ്പോൾ അവയിൽ നിന്ന്, ദേഹം, ഇന്ദ്രിയം മുതലായവയിൽ പ്രവേശിച്ച്. ഉദ്ഗതത്വാത് എന്ന് പറയുമ്പോൾ അവയിൽ നിന്ന് പുറമേ പോകുന്നവനായി. പിന്നെന്താണ്? അമൃതസുഖരസം ച അനുഭുങ്ക്ഷേഹി. അമൃതസുഖരസം ച അനുഭുങ്ക്ഷേഹി ആണ്. മോക്ഷ സൗഖ്യത്തെയും അനുഭവിക്കുന്നുവല്ലോ. അമൃത സുഖരസം ച അനുഭുങ്ക്ഷേഹി എന്ന് പറയുമ്പോൾ മോക്ഷ സൗഖ്യവും അനുഭവിക്കുന്നുവല്ലോ എന്നാണ്. അപ്പോ കിംച ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട, അത്രയുമല്ല ഗുരുവായൂരപ്പ, ത്വം ഏവ ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട, അങ്ങ് തന്നെ ദേഹം, ഇന്ദ്രിയം മുതലായവയിൽ പ്രവേശിച്ച്, പിന്നീട് ഉദ്ഗതത്വാത് അവയിൽ നിന്ന് പുറമേ പോകുന്നവനായി. അമൃതസുഖരസം ച അനുഭുങ്ക്ഷേഹി, മോക്ഷ സൗഖ്യത്തെയും അനുഭവിക്കുന്നുവല്ലോ. ഒരു പ്രാവശ്യം കൂടി പറയാം. പരപുരുഷ, അല്ലയോ പരമാത്മസ്വരൂപിയായ ഭഗവൻ ഗുരുവായൂരപ്പ, മൂർധ്നാം അക്ഷണാം പദാനാം സഹസ്രാണി വഹസി ഖലു, ശിരസ്സുകളുടെയും കണ്ണുകളുടെയും കാലുകളുടെയും സഹസ്രങ്ങളെ, അതായത് അസംഖ്യം വഹിക്കുന്നുണ്ടല്ലോ. വിശ്വം സമ്പൂജ്യ തത് പ്രോത്ക്രമ്യ തിഷ്ഠൻ അപി. പ്രപഞ്ചം അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം നിറഞ്ഞും പിന്നെ അതിനെ അതിക്രമിച്ചും, തത് പ്രോത്ക്രമ്യ എന്ന് പറയുന്നു, പിന്നെ അതിനെ അതിക്രമിച്ചും തിഷ്ഠന്നപി സ്ഥിതി ചെയ്യുന്നു എങ്കിലും, ബ്രഹ്മാണ്ടം നിറഞ്ഞ് പിന്നെ അതിനെ അതിക്രമിച്ച് നിൽക്കുന്ന രൂപം, ആ രൂപം ഉണ്ടല്ലോ, അത് നമ്മുടെ ചെറിയ മനസ്സിലും ശോഭിക്കുന്നു എന്നൊക്കെയാണ് പറയണത്. അതാണ് വിശ്വം സമ്പൂജ്യ തത് പ്രോത്ക്രമ്യ തിഷ്ഠൻ അപി. പ്രപഞ്ചം നിറഞ്ഞും അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം നിറഞ്ഞും പിന്നെ അതിനെ അതിക്രമിച്ചും സ്ഥിതി ചെയ്യുന്നു എങ്കിലും, പരിമിത വിവരേ ചിത്താന്തരേ അപി ഭാസി. ഗുരുവായൂരപ്പ, അങ്ങ് വളരെ ചെറിയ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് അതിൽ നിന്നൊക്കെ കടന്ന് സ്ഥിതി ചെയ്യുന്ന അത്രയും വലിയ രൂപം, തത് പ്രോത്ക്രമ്യ തിഷ്ഠന്നപി എന്നൊക്കെയാണ്. അതിനെ അതിക്രമിച്ചും സ്ഥിതി ചെയ്യുന്നു എങ്കിലും, പരിമിത വിവരേ ചിത്താന്തരേ അപിഭാസി, വളരെ ചെറിയ അല്പം ദ്വാരമുള്ള മനസ്സിലും അങ്ങ് ശോഭിക്കുന്നു. നമ്മളിതൊന്നും അറിയാതെ, നമ്മുടെ ഇത്ര അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ കുറിച്ച് തീരെ ആലോചിക്കാതെ ഈ ഐഹിക സുഖങ്ങളിൽ മുങ്ങി ജീവിക്കണം. അതാണ് പറയുന്നത്. അപ്പോ വിശ്വം സമ്പൂജ്യ തത് പ്രോത്ക്രമ്യ തിഷ്ഠൻ അപി പരിമിത വിവരേ ചിത്താന്തരേ അപിഭാസി. ഗുരുവായൂരപ്പ, അവിടുന്ന് പ്രപഞ്ചം നിറഞ്ഞും അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം നിറഞ്ഞും പിന്നെ അതിനെ അതിക്രമിച്ചും തിഷ്ഠൻ അപി സ്ഥിതി ചെയ്യുന്നു എങ്കിലും,
പരിമിത വിവരേ ചിത്താന്തരേ അഭിഭാസി, വളരെ ചെറിയ അല്പം ദ്വാരമുള്ള മനസ്സിലും അങ്ങ് ശോഭിക്കുന്നു. പിന്നെയും ഈശ്വര മഹാത്മ്യം പറയണു, ഭൂതം ഭവ്യം സർവം ച ഭവാൻ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ഇപ്പോൾ ഉള്ളതും എല്ലാം ഗുരുവായൂരപ്പ അങ്ങ് തന്നെ. അത്രയുമല്ല എന്ന് പറയണു. വീണ്ടും പറയണു മഹാത്മ്യം, കിഞ്ച എന്ന് പറയുമ്പോൾ അത്രയുമല്ല, ത്വം ഏവ ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട, ഗുരുവായൂരപ്പ പ്രപഞ്ചരൂപിയായ ഗുരുവായൂരപ്പ അങ്ങ് തന്നെ ദേഹം ഇന്ദ്രിയം മുതലായവയിൽ പ്രവേശിച്ച്, ദേഹം ഇന്ദ്രിയം മുതലായവയിൽ പ്രവേശിച്ച് ഉദ്ഗതത്വാത്, പിന്നെ അവയിൽ നിന്ന് പുറമേ പോകുന്നവനായി. ഉദ്ഗതത്വാത്, പിന്നെ അവയിൽ നിന്ന് പുറമേ പോകുന്നവനായി. ഉദ്ഗതത്വാത് എന്ന് പറയുമ്പോൾ അവയിൽ നിന്ന് പുറമേ പോകുന്നവനായി. അമൃതസുഖരസം ച അനുഭുംക്ഷേഹി, മോക്ഷസൗഖ്യത്തെയും അനുഭവിക്കുന്നുവല്ലോ. അമൃതസുഖരസം ച അനുഭുംക്ഷേഹി എന്ന് പറയുമ്പോൾ മോക്ഷസൗഖ്യത്തെയും അനുഭവിക്കുന്നുവല്ലോ. അപ്പൊ കിഞ്ച ത്വം ഏവ ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട ഉദ്ഗതത്വാത് അമൃതസുഖരസം ച അനുഭുംക്ഷേഹി എന്ന് പറയുമ്പോൾ അത്രയുമല്ല ഗുരുവായൂരപ്പ അങ്ങ് തന്നെ ദേഹം ഇന്ദ്രിയം മുതലായവയിൽ പ്രവേശിച്ച് അവയിൽ നിന്ന് പുറമേ പോകുന്നവനായി. ഉദ്ഗതത്വാത് അമൃതസുഖരസം ച അനുഭുംക്ഷേഹി, മോക്ഷസൗഖ്യത്തെയും അനുഭവിക്കുന്നുവല്ലോ.